നമസ്കാരം. ഈ ഒരു കനത്ത മഴയിലും കനത്ത ഡീഗ്രേഡിങ്ങിലും സിനിമാ പ്രേമികളുടെ ഒറ്റ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ടെർബോ ജോസിന്റെ ഇടി കാണാൻ വേണ്ടി ഈ രാത്രിയിലും ജനസാഗരമാണ് തിയേറ്ററുകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ടെർബോ സിനിമയുടെ 6ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച വർക്കിംഗ് ഡേയിൽ രാത്രി ഷോകളുടെ അവസ്ഥ എങ്ങനെയാണ് പോകുന്നത് നമുക്കൊന്ന് നോക്കാം. ബുക്ക് മൈ ഷോയിലെ ബുക്കിംഗ് സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അവതരണം. തിരുവനന്തപുരത്ത് 23 ഷോകളാണ് ചിത്രം ഇനി കളിക്കാനുള്ളത്. അതിൽ 10 ഷോയും ഇപ്പോൾ തന്നെ ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്. ഇനി കൊച്ചിയിലേക്ക് വന്നാൽ 28 ഷോകളാണ് ചിത്രം ഇനി കളിക്കാനുള്ളത്. ഏറ്റവും മികച്ച നൈറ്റ് ഷോ ബുക്കിംഗ് ഉള്ളത് കൊച്ചിയിൽ തന്നെയാണ്. ഏകദേശം 20 ഷോകൾ ഇപ്പോൾ തന്നെ ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്. ഇനി തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ 7 ഷോകളാണ് ഈ രാത്രി തൃശ്ശൂർ നഗരത്തിൽ ചിത്രം കളിക്കാനുള്ളത്. 6 ഷോയും ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്. ഇനി കോഴിക്കോട് പോകുമ്പോൾ 11 ഷോയാണ് ഇനി രാത്രി കളിക്കാനുള്ളത്. അതിൽ 8 ഷോയും ഇപ്പോൾ തന്നെ ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്. ഇനി കൊല്ലത്തേക്ക് പോകുമ്പോൾ ഇനി കളിക്കാനുള്ളത് 9 ഷോകളാണ്. അതിൽ 6 ഷോയും ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്. അതായത് ഈ വീഡിയോയിൽ പറഞ്ഞ 5 ജില്ലകളിൽ ഇനി രാത്രി കളിക്കാനുള്ളത് 78 ഷോയാണ്. അതിൽ 48 ഷോകൾ ഇതിനോടകം തന്നെ ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്. ഈ ഒരു സമയത്ത് സംസ്ഥാനത്ത് ഇടിവെട്ടി മഴ പെയ്യുമ്പോൾ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോകുന്നത് രാത്രി ഏകദേശം 3000-ൽ പരം ടിക്കറ്റുകളാണ്. ടെർബോ സിനിമ ഇറങ്ങിയ സമയത്ത് ആദ്യം നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ പല പ്രമുഖ റിവ്യൂവേഴ്സും ചിത്രത്തിന്റെ മികച്ച പ്രതികരണം അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി കാരണം ചിത്രം ഓടുന്നത് കണ്ട് ഇപ്പോൾ മാറ്റി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 6ാം ദിവസമായ ചൊവ്വാഴ്ച ഇന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്നും 2 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ട്രാക്കിംഗ് കളക്ഷൻ അത് വ്യക്തമാക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം 5 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം 20 കോടി 40 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. ഇന്നത്തെ കളക്ഷനോട് കൂടി തന്നെ 22 കോടി റേഞ്ചിലേക്ക് കേരള കളക്ഷൻ കുതിക്കും ടെർബോയുടേത്. ഇനി വരുന്ന 2ാമത്തെ വീക്കെൻഡിലൂടെ ചിത്രം 100 കോടി ക്ലബിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു 100 കോടി ക്ലബിൽ ചിത്രത്തിന് ഇടം നേടാൻ സാധിച്ചാൽ അത് ചരിത്രമാണ് മലയാള സിനിമയെ സംബന്ധിച്ച്. കാരണം ഇത്രയധികം ഡീഗ്രേഡ് ചെയ്തിട്ടും മലയാള സിനിമാ പ്രേമികളുടെ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് അർഹിച്ച വിജയത്തിലേക്ക് പോകുന്ന ചിത്രമാണ് ടെർബോ. എന്തായാലും നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.